കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ട വാർത്ത കേൾക്കാനിടയായി. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി അവളുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ പഠനത്തിനായിക്കൊണ്ട് തിരിയുകയും ഉച്ചയ്ക്ക് തൻ്റെ പ്രിയതമനോടൊപ്പം ഒരു സൽക്കാരത്തിനായിക്കൊണ്ട് പോരുന്ന വഴിക്ക്, സൽക്കാരം കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്ന വഴിക്ക് വഴിയിൽ നിന്നുകൊണ്ടൊരു അപകടമുണ്ടാവുകയും ആ അപകടത്തിലൂടെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്ത വാർത്ത വളരെ പ്രയാസത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഈ ഒരു വേളയിൽ നമ്മൾ മനസ്സിലാക്കിയത്, ആ ഒരു കല്യാണ ചെറുക്കൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ തൻ്റെ പ്രിയതമനോടൊപ്പം സഞ്ചരിച്ചത് അവളുടെ അവസാന യാത്രയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന, ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആ തൻ്റെ സുഹൃത്തുക്കൾ വിചാരിച്ചിരുന്നില്ല ഇനി തൻ്റെ ഒപ്പം അവൾ കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ഇത്രമാത്രം നിസ്സാരമായ അവസ്ഥയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണത്തിനുള്ളത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ ഫഅമൽ യൗമിൻ അൻ തകൂന ഇദാ ബകൗ ഫീ യൗമി മൗതിക ളാഹികം മസ്റൂറാ. ഈ ദുനിയാവിലേക്ക് ഒരു മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൻ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അവനെ വരവേൽക്കാനായിക്കൊണ്ട് അവൻ്റെ ചുറ്റുപാടും അവനെ വരവേൽക്കാൻ നിൽക്കുന്ന അവൻ്റെ കുടുംബാംഗങ്ങൾ സന്തോഷത്തോടുകൂടി, പുഞ്ചിരിയോടു കൂടിയാണ് അവനെ ഏറ്റുവാങ്ങുന്നത്. ആ ഒരു വാചകം പറഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്, ഫഅമൽ ലിയൗമിൻ, ഒരു ദിവസത്തിന് വേണ്ടി നീ പണിയെടുക്കുക, അൻ തകൂന ഇദാ ബക്കൗ, ഈ ചിരിച്ചുകൊണ്ട് നിന്നെ വരവേറ്റ നിന്റെ കുടുംബാംഗങ്ങൾ നിനക്ക് വേണ്ടി കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഫീ യൗമി മൗതിക, നിന്റെ മരണം എന്ന ആ ഒരു ദിവസം, ആ ദിവസം അവരോട് ചിരിച്ചുകൊണ്ട്, ഫീ യൗമി മൗതിക ളാഹികം മസ്റൂറാ, പുഞ്ചിരിയോട് കൂടി ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോകാൻ ഭാഗ്യം ലഭിക്കാനായിക്കൊണ്ട് നീ പണിയെടുക്കുക. അതെ, ആ ഒരു മഹത്തരമായ വാചകത്തെ നമ്മുടെ നെഞ്ചിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്, നമ്മുടെ നെഞ്ചിൽ കൊത്തി വെക്കേണ്ടതുണ്ട്. മരണം ആ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കഥ പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം കേട്ട് മറഞ്ഞ വയനാട് നടന്നിരുന്ന ആ ഒരു ഉരുൾപൊട്ടലിലൂടെ സംഭവിച്ച ആ ഒരു മഹാദുരന്തത്തിലൂടെ അവരെല്ലാം നഷ്ടങ്ങൾ പേറിയവരാണ്. അവരാരും തൻ്റെ തൊട്ടു മുമ്പിൽ നടക്കുന്ന നിമിഷത്തെ പറ്റി ബോധവാന്മാരായിരുന്നില്ല. എപ്പോഴാണ് മരണം അവരിലേക്ക് എത്തുന്നത് എന്നുള്ളത് അവരാരും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം അടുത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മരണം തൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ അടുത്തായിക്കൊണ്ടാണുള്ളത്. അത്രമാത്രം അടുത്താണ് നമ്മളോട് മരണം നിൽക്കുന്നത്. എപ്പോഴാണ് സംഭവിക്കുക അറിയില്ല. നമ്മളെല്ലാവരെയും എവിടെയാണോ അള്ളാഹ് വിധിച്ചിട്ടുള്ളത് അവിടെ നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. പല സംഭവങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു പറ്റം യുവാക്കൾ അവർ ഒരു യാത്ര പോവുകയാണ്. പല ഭാഗങ്ങളിലുള്ള ആ യുവാക്കൾ ഒരുമിച്ച് കൂടി ഒരു യാത്ര തിരിക്കുകയാണ്. ആ യാത്ര മധ്യേ വെച്ചുകൊണ്ട് അവർ അപകടത്തിലൂടെ മരണപ്പെട്ടു പോയ കഥ, അള്ളാഹ് അവരുടെ മരണം വിധിച്ചത് ആ ഒരു സ്ഥലത്തായതുകൊണ്ട് അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂട്ടിയതാണ് അവിടെ എത്തിച്ചേരാനുള്ള ഒരു സബബ്, ആ ഒരു യാത്ര എന്നുള്ളത്. ഇതുപോലെ നമ്മുടെയും മരണം എവിടെയാണ് എപ്പോഴാണെന്ന് നമുക്കറിയുന്നതല്ല. നമ്മളിൽ നിന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മളിൽ നിന്നുകൊണ്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്തേക്കുള്ള ദിവസം നമ്മളിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്താവരുത്? ദുനിയാവിൻ്റെ സന്താനമാവരുത്. നീ എന്താവുക? പരലോകത്തിൻ്റെ സന്താനമാവുക. അവിടെ നിനക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ദിവസം ഈ ഒരു ദുനിയാവിലുള്ള നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അൽയൗമ അമലുൻ വലാ ഹിസാബുൻ, ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വിചാരണ നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഒരു പക്ഷേ നിങ്ങൾ നടത്തിയ ഒരു നന്മക്കും ഒരു പ്രതിഫലം ഇവിടെ വെച്ചുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അതിനൊന്നും ചിലപ്പോൾ ജവാബ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതാണ് ദുനിയാവ് എന്ന്
പറയുന്നത്. എന്നാൽ നാളെ വരാനുള്ളത് വഗദൻ, നാളെ വരാനുണ്ട് ഒരു ദിവസം, അവിടെയോ ഹിസാബുൻ, അവിടെ അമലുകളൊന്നുമില്ല, നേരെ മറിച്ച് ഹിസാബ് മാത്രമേ ഉള്ളൂ. ആ വേളയിൽ, ആ ഒരു സമയത്ത് നമ്മളെല്ലാം കൊതിക്കുന്ന രംഗമുണ്ട്. എത്രയെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ, ഒരു നന്മക്ക് വേണ്ടി കൊതിക്കുന്ന സമയം വരാനുണ്ട്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ആ ഒരു സമയം വന്നെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് നന്നാവാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നന്നാവേണ്ടതെന്നുള്ളത്. 3 രീതിയിലായിക്കൊണ്ട് നന്നാവാനായിക്കൊണ്ട് ശ്രമിക്കാൻ പഠിപ്പിച്ചു തന്നു. അതിലെ ഒന്നാമത്തെ കാര്യം, നീ അള്ളാഹുവിനെ പറ്റി ഓർത്ത് നന്നാവുക എന്നുള്ളതാണ്. ആ അള്ളാഹുവിനെ പറ്റി ഓർത്ത് നന്നാവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അവൻ വരച്ചു തന്നിട്ടുള്ള ആ ബൗണ്ടറി, അവൻ നൽകിയിട്ടുള്ള ഓരോ നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ അള്ളാഹിനെ മറന്നുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ എൻ്റെ അള്ളാഹ് നമുക്ക് ഇത്രമാത്രം പ്രയാസങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നതാണ്. നേരെ മറിച്ച് അതല്ല വേണ്ടത്. അള്ളാഹിനെ പറ്റി ഓർത്ത്, അള്ളാഹ് നൽകിയ നിഅമത്തുകളെ ഓർത്ത് പ്രവാചകൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹിൻ്റെ നിഅമത്തുകളെ മനസ്സിലാക്കാൻ. انظروا إلى من هو أسفل منكم ولا تنظروا إلى من هو فوقكم وهو أجدر ألا تزدروا نعمة الله عليه. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹിൻ്റെ തൃപ്തി മനസ്സിലാവില്ല. അള്ളാഹ് നൽകിയ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകുന്നതല്ല. നേരെ മറിച്ച് മനുഷ്യനെ പറ്റി അള്ളാഹ് പറഞ്ഞ ഒരു കാര്യമാണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അവന് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി അവനെ നല്ല രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയും, എൻ്റെ റബ്ബ് എന്നെ ഇതാ മാനിച്ചിരിക്കുന്നു, എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ അതേ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസീബത്ത് നൽകുകയാണ്. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ, അവൻ്റെ റിസ്ഖിനെ ഒന്ന് പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫയഖൂലു റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ ഇതാ തള്ളിയിട്ടിരിക്കുകയാണ്, എന്നെ അവഗണിച്ചിരിക്കുകയാണ് എന്നുള്ള വർത്തമാനം അത് മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളെയും ഒരു തുലാസിൽ വെച്ചുകൊണ്ട് അള്ളാഹ് നൽകുന്ന അനുഗ്രഹങ്ങളെ മറ്റൊരു തുലാസിലും വെച്ചുകൊണ്ട് നമ്മളൊന്ന് അളന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹ് എങ്ങാനും നമ്മൾ ചെയ്യുന്ന തിന്മക്കുള്ള ശിക്ഷയാണ് നൽകുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ റഹ്മാനായ റബ്ബ് അവൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിൻ്റെ തഫ്സീറുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അർ റഹ്മാൻ എന്ന പദത്തിൻ്റെ വിശാലത. ഈ ദുനിയാവിൽ അവന് വഴങ്ങിയിട്ടുള്ള, അവനെ അനുസരിച്ച് ജീവിക്കുന്നവനും അനുസരിക്കാത്തവർക്കും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം നൽകുന്നവനാണ്. അത്രമാത്രം കാരുണ്യവാനാണ് റഹ്മാനായ റബ്ബ്. അവൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നിയാൽ, അവൻ്റെ മനസ്സിൽ ഒരു പ്രയാസം തോന്നുകയാണെങ്കിൽ, എൻ്റെ ഇബാദുകൾ, എൻ്റെ അടിമകൾ ആരും എനിക്ക് വേണ്ടി നല്ല രീതിയിൽ ജീവിക്കുന്നില്ല എന്ന് തോന്നി അവനെങ്ങാനും ശിക്ഷിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ള ബോധ്യത്തിൽ ആ അള്ളാഹിനെ പറ്റി ഓർത്ത് നന്നാവാനായിക്കൊണ്ട് ശ്രമിക്കുക. നമുക്കറിയാം, ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതും ആ ഒരു ചിന്തയാണ്, അലം യഅലം ബിഅന്നല്ലാഹ യറാ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സദാ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ അധ്യാപനത്തെ മനസ്സിൽ കൊണ്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. വിശ്വാസികളുടെ ഉപമകൾ പറഞ്ഞ കൂട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും, അവർ അള്ളാഹുവിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം നടുങ്ങുമെന്നാണ്. ഇതേ സമാനമായ ഒരു വാചകം പരിശുദ്ധ ഖുർആനിലെ സൂറ മുഅ്മിനൂനിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, എന്തിനാണ് വിശ്വാസികൾ അള്ളാഹിനെ ഇത്രമാത്രം പേടിക്കുന്നത്? അവർ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള തിന്മകളെ ഓർത്തുകൊണ്ടാണോ? അവർ മുമ്പ് കള്ളു കുടിച്ചതിൻ്റെയോ അവർ മുമ്പ് മോഷ്ടിച്ചതിൻ്റെയോ ഇതിൻ്റെയൊക്കെ പേരിലാണോ അവർ അള്ളാഹുവിനെ ഇത്രമാത്രം പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ, അങ്ങനെയല്ല, നേരെ മറിച്ച് വഹും യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ സദഖ നൽകുന്നവരാണ്, വയസൂമൂൻ, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. പക്ഷെ അവർ പേടിച്ചത് വഹും യഖാഫൂൻ, അവർ ഭയപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അല്ലാ തുഖ്ബില മിൻഹും, അള്ളാഹ് ഇത് സ്വീകരിക്കുമോ എന്നുള്ള ഓർത്തിട്ടാണ്. സഹോദരങ്ങളെ, ആ ഒരു ചിന്തയാണ്
ചിന്തയാണ് നമ്മുടെയും മനസ്സിൽ വരേണ്ടത്. കേവലം നമസ്കാരം കൃത്യമായി നമസ്കരിച്ചതിൻ്റെ പേരിലോ സ്വതക്കകൾ നമ്മൾ അറിയാതെ നടത്തിയതിൻ്റെ പേരിലോ എല്ലാം നമ്മൾ തികഞ്ഞവരാണ് എന്നുള്ള ബോധ്യമല്ല വേണ്ടത്. നേരെ മറിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെട്ട അമലായിക്കൊണ്ട് ഇതെൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് ഓർത്തുകൊണ്ട് നന്നാവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നീ നന്നാവുക സ്വർഗത്തെ പറ്റി ആഗ്രഹിച്ചുകൊണ്ട്, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായിക്കൊണ്ട് എൻ്റെ പ്രവർത്തനം കടന്നു വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നന്നാവാനായിക്കൊണ്ട് ശ്രമിക്കുക. സ്വർഗം അത് മഹാവിശാലമായതാണ്, അതിവിശാലമായതാണ്. അവിടെ നമ്മൾ കൊതിക്കുന്നതെല്ലാം ലഹും മാ യശാഊന ഫീഹാ, അവിടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ മനസ്സിൽ കൊതിക്കുന്നത്, അത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത്രമാത്രം വിശാലമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായതാണ് ആ സ്വർഗം എന്ന് പറയുന്നത്. അത്ര വിശാലമായ സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു പ്രവർത്തനമായിക്കൊണ്ട് എൻ്റെ ഇന്ന അമലുണ്ടോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നന്നാവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ ചെയ്യുന്ന തെറ്റിലൂടെ ആ സ്വർഗത്തിലേക്ക് നേരത്തെ എത്തുന്നതിന് ഒരു തടസ്സമായിക്കൊണ്ട്, അതിനൊരു വൈകിക്കൊണ്ട് പ്രവേശിക്കുന്നതിന് കാരണമായിക്കൊണ്ട് എൻ്റെ ഈ ഒരു തിന്മ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നന്നാവാൻ സാധിക്കണം. അത്രമാത്രം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സ്വർഗം. എന്താണ് സ്വർഗത്തിൻ്റെ വിശാലത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനം കടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമയെ വിശദീകരിച്ചിരുന്നുണ്ട്. അഥവാ അവസാനം സ്വർഗത്തിൽ കയറുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അവൻ ചെയ്ത തിന്മയുടെ എല്ലാ ഫലങ്ങളും കഴിഞ്ഞ് അവനെ ശിക്ഷിച്ചതിന് ശേഷം അവനെ പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവൻ്റെ ശരീരം രണ്ട് രീതിയിലായിക്കൊണ്ടാണ്. ഒരു ഭാഗം കരിഞ്ഞ് ഭാഗമായിക്കൊണ്ട് വികൃതമായ രീതിയിലായിരിക്കും അവൻ്റെ ശരീരം ഉണ്ടാവുക, മറ്റൊരു ഭാഗം സുന്ദരമായ രീതിയിലും. അങ്ങനെ അവൻ്റെ മുമ്പിലേക്ക് ഒരു പുഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. നഹ്റുൽ ഹയാത്ത് എന്നാണ് ആ പുഴയുടെ പേര്. ആ പുഴയിലേക്ക് അവനോട് ഇറങ്ങി കുളിക്കാൻ ആവശ്യപ്പെടുകയും അവിടെ കുളിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിലുള്ള വികൃതമായ മുഴുവൻ ഭാഗങ്ങളെയും സുന്ദരമായ രൂപങ്ങളാക്കി മാറ്റിക്കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി എന്താണ് വേണ്ടതെന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, വേണ്ട റബ്ബേ, ആ നരകത്തിൽ നിന്നുകൊണ്ട് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം എന്നെ പുറത്തേക്ക് വിട്ടു തന്നില്ലേ, എനിക്കത് മാത്രം മതി റബ്ബേ എന്ന് പറയും. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവനോട് ചോദിക്കും, എന്താ വേണ്ടത് നിനക്കെന്ന്. അങ്ങനെ അവൻ പറയും, അല്ലാഹുവേ, ആ ഒരു വൃക്ഷം കാണുന്നില്ലേ, അതിൻ്റെ ചൂടെ എന്നെ നിർത്തിയാൽ മതിയെന്ന്, അതിൻ്റെ താഴെ എന്നെ നിർത്തിയാൽ മതിയെന്ന്. അങ്ങനെ ആ മനുഷ്യനെ ആ മരത്തിൻ്റെ താഴേക്ക് കൊണ്ട് നിർത്തുന്ന സമയത്ത് അവനോട് ചോദിക്കും, ഇത് മാത്രം നിനക്ക് മതിയായതല്ലേ എന്ന്. മനുഷ്യൻ പറയും, അതേ അല്ലാഹ്, മതി, റളീതു റബ്ബ്, ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും അവൻ ചുറ്റുപാടും നോക്കുമ്പോൾ താൻ നിൽക്കുന്നതിനേക്കാൾ ഉയർന്നതായ ഒരു മരം കാണുകയാണ്. ആ മരം കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ കൊതി തോന്നുന്നു. അള്ളാഹിൻ്റെ അടുക്കൽ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്നെ ആ വൃക്ഷത്തിൻ്റെ ചുവടിൽ നിർത്താമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അത്രേ, നീയല്ലേ പറഞ്ഞത് നീ എന്നോട് ഇനി ഒന്നും ചോദിക്കില്ല എന്ന്. പക്ഷേ അള്ളാഹ്ക്കറിയാം, മനുഷ്യൻ്റെ മനസ്സ് കൊതിക്കുന്നത് അള്ളാഹുവിനറിയാവുന്നതാണ്. അവൻ ചോദിക്കുമെന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായി അറിയുന്നതാണ്. അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം അവനെ ആ ഒരു വൃക്ഷത്തിൻ്റെ ചുവടിൽ കൊണ്ട് നിർത്തും. വീണ്ടും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനേക്കാൾ ഉയർന്നതായ മറ്റൊരു വൃക്ഷം കാണുകയും ഒരു കവാടത്തോട് ചേർന്ന് നിൽക്കുന്നതായി കൊണ്ട് കാണുകയും ചെയ്യും. അവൻ്റെ മനസ്സിൽ വീണ്ടും കൊതി തോന്നും, വീണ്ടും ആഗ്രഹം തോന്നും. അള്ളാഹിൻ്റെ അടുക്കൽ അവൻ വീണ്ടും ചോദിക്കും. അള്ളാഹുവിനെ വീണ്ടും ആ മരത്തിൻ്റെ ചുവടിൽ കൊണ്ട് നിർത്തി കൊടുക്കും. അവൻ എത്തി നോക്കും ആ കവാടത്തിലേക്ക്. അവിടെയുള്ള ശബ്ദങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കൗതുകമേറിയ കാഴ്ചകൾ എന്താണെന്ന് കാണാനുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ കൂടിക്കൂടി വരുന്നു. അവൻ അള്ളാഹിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ റബ്ബ്, അവസാനം നരകത്തിൽ നിന്ന് പുറത്തു വന്ന, അവസാനം സ്വർഗത്തിൽ കയറുന്ന ആ മനുഷ്യന് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കും. ആ സമയത്ത് ആ മനുഷ്യൻ ആ സ്വർഗത്തിലേക്ക് കയറുന്ന സമയത്തോ അത് നിറഞ്ഞതായി കാണും. നിറഞ്ഞതായിക്കൊണ്ട് കണ്ടുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. അല്ലാഹുവേ, അത് നിറഞ്ഞതായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത്. അള്ളാഹ് പറയും, ഇല്ല, നീ ചെന്നോ, നിനക്ക് അവിടെ സ്ഥലമുണ്ട്. വീണ്ടും ചെല്ലും, വീണ്ടും അത് നിറഞ്ഞതായി തോന്നും. വീണ്ടും അവൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹ് പറയും, നിനക്ക് ആകാശ ഭൂമികളോളം വിശാലമായ ഒരു സ്ഥലം അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയും, അതസ്ഖറൂനനി യാ റബ്ബ്, റബ്ബേ, എന്നെ കളിയാക്കണേണോ, എന്നെ പരിഹസിക്കണേണോ,
ഇത്രമാത്രം നിന്നെ ധിക്കരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചതിൻ്റെ പേരിൽ എനിക്ക് നരകത്തിലെ ഏറ്റവും മോശമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്നുകൊണ്ട് അവസാനം പുറത്തേക്ക് കടന്നു വന്ന ഞാൻ എനിക്കായിക്കൊണ്ട് നീ ഒരുക്കി വച്ചേക്കുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്ഥലമെന്നോ, എന്നെ കളിയാക്കല്ലേ എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പുഞ്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റ് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ എനിക്ക് ഈ ഒരു ഹദീസ് പറഞ്ഞു തന്നപ്പോൾ, എനിക്ക് ഈ ഒരു സംഭവം പറഞ്ഞു തന്നപ്പോൾ ചിരിച്ചിരുന്നു എന്നാണ്. അത് ഹദീസിൻ്റെ നിദാനങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ റസൂലിൻ്റെ ആ ഒരു രീതിയെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. എങ്ങനെയാണോ റസൂൽ ആ സംഭവം പറഞ്ഞു തന്നത് അതേപോലെ തന്നെ സ്വഹാബാക്കൾ പറഞ്ഞു കൊടുക്കുന്ന രീതി. മറ്റൊരു റിവായത്തിൽ ഈ മനുഷ്യൻ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു രാജാവിന് തൻ്റെ രാജ്യം എത്രയുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയുടെ 3 ഇരട്ടി ആയിക്കൊണ്ട് അത്രമാത്രം വിശാലമായിക്കൊണ്ട് നൽകും. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, റളീതു റബ്ബ്, റബ്ബേ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹ് പറയും, ഇല്ല, നിനക്ക് അവിടെ എന്തുണ്ട്? വലക മുസ്തഹത്തു നഫ്സുക വലദത്ത ഐനുക. നിന്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, നിന്റെ മനസ്സെന്താണോ കൊതിക്കുന്നത്, അത് നിനക്ക് അവിടെ ഉണ്ട്. വലദത്ത ഐനുക, നിന്റെ കണ്ണിന് കുളിർമയേറുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, അവിടെ അത്രമാത്രം സുന്ദരമായ ഭാഗങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. മലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ബശരി ഖൽബിൻ, ഒരു മനുഷ്യനും ചിന്തിച്ചെത്തുന്നതിനേക്കാൾ എത്രയോ ഉപരിയായിക്കൊണ്ടാണ് ആ സ്വർഗത്തിലെ തനിക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലം. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, റളീതു റബ്ബ്, റബ്ബേ ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ട് ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിനക്ക് നന്നാവാൻ സാധിക്കണം. അതിനും നിനക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നരകത്തെ പേടിച്ചുകൊണ്ട് നന്നാവുക. ആ നരകം അതിമഹത്തായ അതിഭയാനകരമായ നിമിഷങ്ങളാണ് അവിടെ നിനക്കായി ഒരുക്കി വച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് അതിലെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അവിടെ നിൽക്കുന്നത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. പ്രവാചകന്മാർ പോലും ആ സിറാത്ത് പാലം കടന്നു ചെല്ലുന്നതിനെ വളരെയധികം ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പോലും പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? നമ്മൾ മനസ്സിലാക്കുക, ആ നരകത്തിലുള്ള ഓരോ നിമിഷവും നമ്മളെല്ലാം ചിന്തിച്ചു പോയേക്കാം, ഇന്ന തിന്മകൾ ചെയ്തതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുമല്ലോ എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നതല്ല. ഏറ്റവും ചെറിയ ശിക്ഷയായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നത് 2 തീക്കട്ട തൻ്റെ കാലിൽ അണിയിക്കുന്നതാണ്. ആ തീക്കട്ട കാലിൽ അണിയുന്നതിലൂടെ അവൻ്റെ ശരീരം തിളച്ചു മറിഞ്ഞുകൊണ്ട് അവൻ്റെ തലയോട്ടി പൊട്ടിത്തെറിച്ചു പോകുമെന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചു തരുമ്പോൾ നിസ്സാരമായ ഏറ്റവും ചെറിയ ശിക്ഷയായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നത് അതാണെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ രൂപം മുകൾ ഭാഗം വിശാലമായതും അടിഭാഗം അഗ്രമായതുമായ രീതിയിലായിക്കൊണ്ടാണ് നരകത്തെ പടച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ തന്നെ ഏറ്റവും അടിത്തട്ടിൽ മുനാഫിക്കുകളാണുള്ളത്. അവിടെ മുനാഫിക്കുകളുടെ ലക്ഷണം എന്തെന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു വാചകം ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞു, പല യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, താങ്കൾ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ, അതിൻ്റെ മാർഗമാണ് ആ നരകത്തിൽ കിടക്കുന്ന അവസാന ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കപടവിശ്വാസി ആരാണ്, അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി റസൂല് പഠിപ്പിച്ചു തന്നു. ആ നരകത്തിൽ കയറുന്ന ഓരോരുത്തരുടെയും അവസ്ഥയെ കൃത്യമായി റസൂല് പഠിപ്പിച്ചു തന്നു. ആ നരകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ നരകത്തിലെ കത്തി എരിയാൻ പോകുന്ന ആ തീജ്വാലകളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇന്ധനമായിക്കൊണ്ട് മനുഷ്യനും കല്ലുകളുമാണുള്ളത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അവിടെയുള്ള ഒരു മനുഷ്യന്റെ വികൃതമായ രൂപത്തെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവനെ അണിയിക്കുന്നത് നമ്മുടെ റോഡെല്ലാം ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന ടാർ കൊണ്ടുള്ള വസ്ത്രമാണ് അവനെ ധരിപ്പിക്കുക എന്നുള്ള
എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. ഇതാണ് നരകം, നമ്മളെ കൊണ്ട് താങ്ങുന്നതല്ല. അതിൻ്റെ ചുറ്റുപാടും അതിന് കാവൽ നിൽക്കുന്ന മലക്കിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയില്ല, അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷമില്ല. ഗൗരവത്തോടുകൂടി പേടിയോടുകൂടിയാണ് ആ നരകത്തിൻ്റെ കാവൽക്കാരനായിക്കൊണ്ട് നിശ്ചയിച്ച മലക്ക് അവിടെ നിൽക്കുന്നത്. ആ മലക്കിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നരകത്തിലെ ശിക്ഷ പേറി 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 അവന് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അവൻ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, യാ മാലികു ഇഖ്ളി അലൈനാ റബ്ബുക. നിന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറയുക, എന്നെ ഒന്ന് കൊന്നു തരാൻ, എന്നെ ഇതോടുകൂടി വധിച്ചു തരാനായിക്കൊണ്ട് നീ ഒന്ന് അള്ളാന്റെ അടുത്ത് പറ എന്ന് അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും. ആ സമയത്ത് ഇല്ല, അവിടെ ഒന്നുമില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ഒരു മരണവുമില്ല, അവിടെ ഒരു ജീവിതവുമില്ല. ആ നരകത്തെ പേടിച്ചുകൊണ്ട് നന്നാവാനായിക്കൊണ്ട് നിനക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനും നിനക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ മനുഷ്യ നീ മനസ്സിലാക്കുക, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിച്ചു തന്നത്, നീ നരകത്തിനായി പടക്കപ്പെട്ടവനാണ്, ആ നരകത്തിൻ്റെ ചൂടേറേണ്ടവനാണ്. നമുക്ക് നന്നാവാനുള്ള അവസരങ്ങളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് എല്ലാ സമയത്തും, അദ്ദേഹം ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ സദാ മുന്നിട്ട് നിന്നിരുന്ന ഒരു സ്വഹാബിയെ അദ്ദേഹത്തിന് പിന്നീട് കാണുന്നില്ല. അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മദ്യപാനിയായിക്കൊണ്ട് മാറി, അദ്ദേഹം നമസ്കാരത്തിൽ നിന്നുകൊണ്ട് വിട്ടു നിൽക്കുകയാണ് എന്നെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊരു കത്തയച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ കത്തിലുള്ളത്? വെറുമൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തുടങ്ങുകയാണ്. ഈ കത്തെഴുതുന്നത് ഖലീഫയായ ഉമർ ബിൻ ഖത്താബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ വാചകം ഇത്ര മാത്രം. സൂറ ഗാഫിറിലെ 40-ാം അധ്യായത്തിലെ 2-ാമത്തെ വാചകം, ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഈ ഒരൊറ്റൊരു വാചകം അദ്ദേഹം വായിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വബോധത്തോടു കൂടി വായിച്ചു. അദ്ദേഹം തിരിച്ച് വീണ്ടും നിറസാന്നിധ്യത്തോടു കൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വന്നു. അതേ സാധനം തന്നെ, അതേ വാചകങ്ങൾ തന്നെ, ഒരു മാറ്റക്കുറവുകളുമില്ലാതെ ഒരു ഏറ്റക്കുറച്ചിലുകളുമില്ലാതെ ഇന്നും നമ്മുടെ കൈകളിൽ നിൽക്കുകയാണ്. പല രീതികളിലായിക്കൊണ്ട് നമ്മുടെ പുസ്തകങ്ങളിൽ, നമ്മുടെ അലമാരികളിൽ എന്നും കേവലം റമദാനുകളിൽ മാത്രം പൊടി തട്ടുന്ന ഒരു ഗ്രന്ഥമായിക്കൊണ്ട് ചുരുങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിലൂടെ പറഞ്ഞത്? പാപങ്ങൾ പൊറുക്കുന്നവനാണ് നിന്റെ റബ്ബ്. നീ പാപങ്ങൾ തേടിക്കൊണ്ട് നിന്റെ തൗബ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കരങ്ങൾ നീട്ടി, റബ്ബേ ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൗബയെ സ്വീകരിക്കുന്നവനാണ് റബ്ബ്. ഇതെല്ലാം അവസരം കിട്ടിയിട്ടും നീ ഇനിയും നന്നാവാൻ തയ്യാറല്ല എങ്കിൽ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നിന്റെ റബ്ബ് എന്നുള്ള വാചകം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മളും മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് വരിക എന്നുള്ള അറിയില്ല. ആ തിഥി എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിരിച്ചുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിച്ചുകൊണ്ട് മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി നൽകി നാളെ അവൻ്റെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അനുചരന്മാരിൽ പ്രധാനിയായ, ഇസ്ലാം സ്വീകരിച്ചതിലെ തന്നെ 6ാമത്തെ വ്യക്തിയായിക്കൊണ്ട് പരിചയപ്പെടുത്തി തരുന്ന ഒരു അടിമയായ ഒരു സ്വഹാബിയാണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ വളരെയധികം പ്രയാസത്തോടു കൂടി ശിക്ഷിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ പടച്ചട്ട അണിയിച്ചുകൊണ്ട് മണലിന് ചൂടേറുന്ന സമയം നോക്കി നിൽക്കുമാറ്, മണലിന് ചൂടായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ മണലിൽ കിടത്തിക്കൊണ്ട്
അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചോദിക്കുകയാണ്, ആരാണ് മുഹമ്മദ് എന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ലാത്തയെക്കുറിച്ച് ഉസ്സയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് വെറും വിഗ്രഹങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉത്തരം നൽകാത്ത, ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള ഏതാനും കല്ലുകൾ മാത്രമാണ് ലാത്തയും ഉസ്സയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് മറുപടി കൊടുത്തപ്പോൾ താൻ ധരിച്ച ആ പടച്ചട്ടയുടെ മുകളിലേക്ക് ഒരു വലിയൊരു കല്ലിനെ അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എപ്പോഴും ഒരു പുതപ്പിട്ടുകൊണ്ടാണ്. ആ പുതപ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്നത് ഒരാളും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗം അതുവരെ ഒരാളും കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുതപ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ വിഷമത്തോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് ഖബ്ബാബ് ഈ കാണുന്നതെന്ന്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാംസകഷ്ണങ്ങളൊന്നുമില്ല, വെറും എല്ലുകൾ മാത്രമായിക്കൊണ്ട്. ഈ ഒരു പ്രയാസ നിമിഷം കണ്ടപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എൻ്റെ യജമാനത്തി എന്നെ ശിക്ഷിച്ചതിൻ്റെ ഫലമാണ് ഞാൻ കാണുന്നത്. തീക്കുണ്ടാരങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് എന്നെ കിടത്തി ആ തീക്കുണ്ടാരങ്ങൾ കെട്ടുപോകുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന ചലവും രക്തവും കൊണ്ടാണെന്ന് പറയുമ്പോൾ അത്രമാത്രം ഭയാനകരമായ രീതിയിലായിരുന്നു അവരെ ശിക്ഷിച്ചിരുന്നത്. അങ്ങനത്തെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം നമ്മളിലേക്ക് വരാൻ പോകുന്നത്? ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ഒരു വാചകം പരിശുദ്ധ ഖുർആനിലൂടെ കാണാം, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരും ആ വിശ്വാസികളും സഹിച്ചതൊന്നും സഹിക്കാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കയറാൻ പറ്റുമെന്ന് ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്, സ്വർഗം കൊതിക്കുന്നവരാണ്, നന്നാവാൻ ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മതിയായി കൊയ്യുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോടത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നന്ദി കാണിച്ച് നമസ്കരിച്ച കഥ നമുക്കറിയാവുന്നതാണ്. കാലിൽ നീര് വരുവോളം നിന്നത് എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാതൊരു സുഖവും അവിടെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നിവർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽക്കൂരയിൽ അദ്ദേഹത്തിൻ്റെ തലമുട്ടുമായിരുന്നു. അദ്ദേഹവും ആയിഷ റളിയല്ലാഹു അൻഹ കിടന്നിരുന്നത് ഒരു മുറിയിലായിരുന്നു. ആ മുറിയിൽ തന്നെ നമസ്കാരവും എല്ലാം കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളത് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. അത്രമാത്രം സുഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞത്, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചോദിക്കുക. നമ്മൾ ഹാസിബു അൻഫുസകും, നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. എത്രമാത്രം അള്ളാഹ് നിഅമത്ത് നൽകിയിട്ടുണ്ട്, എത്രമാത്രം അള്ളാഹുവിൻ്റെ നിഅമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, എത്രത്തോളം നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം ആ റബ്ബിനോട് നന്ദി കാണിച്ചിട്ടുണ്ട്. ആ സ്വർഗം കൊതിച്ച ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂല് പറഞ്ഞത് അതാണെങ്കിൽ നമ്മളോടൊക്കെ എത്രമാത്രം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് നന്നാവാൻ തയ്യാറാവുക. നമുക്കത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി തരുന്ന മഹത്തരമായ ഒരുപാട് ഓഫറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക. ആ ഭവനത്തിനായിക്കൊണ്ട് അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ പരലോകത്ത് സ്വർഗത്തിൽ കയറുമ്പോൾ നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വുളൂ ചെയ്തിട്ട് നല്ല രീതിയിൽ വുളൂ ചെയ്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ അരുവികളുണ്ട് എന്നും അങ്ങനെ എല്ലാം നമുക്ക് പഠിപ്പിച്ചെന്നും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ
സ്വർഗത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുക. ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചെന്നത് ആ സ്വർഗത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള എത്ര നിസാരമായിട്ടുള്ള വഴികളുണ്ടോ അതെല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. ഇന്ന കാലം വരാനുണ്ട്, അവർക്ക് സ്വർഗത്തിൽ കയറാനുള്ള മാർഗം ഇതാണെന്ന് റസൂൽ പഠിപ്പിച്ചു തരികയാണ് അതിലൂടെ. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി സ്വീകരിക്കുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ നമ്മുടെ ഈ പള്ളി പരിപാലനവുമായി കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു സ്വർഗത്തിൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഈ ഒരു അമല് വലിയൊരു തോക്കത്തായി കൊണ്ടുവരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ പഠിപ്പിച്ചു തന്ന ഒരു വിഭാഗമാണ് ഒരു മനുഷ്യൻ അവൻ സ്വതക്ക നൽകുന്നത് ലാ യഅലമു ശിമാലഹു വലാ യുൻഫിഖു യമീനുഹു, അവൻ്റെ വലത് കൈ കൊണ്ട് നൽകുന്നത് ഇടത് കൈ അറിയാതെ അവൻ ചെലവഴിക്കുന്നത്, അത്രമാത്രം ഗോപ്യമായി കൊണ്ട് ചെലവഴിക്കുന്നത് അവനക്ക് നാളെ അർശിൻ്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കും. ഈ നൽകുന്ന സ്വതക്കകളെല്ലാം, ഈ നൽകുന്ന സമ്മാനങ്ങളെല്ലാം, ഈ നൽകുന്ന സംഭാവനകളെല്ലാം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പള്ളിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഈ പള്ളിയിൽ നിന്നുകൊണ്ട് നമസ്കാരത്തിനായി കടന്നു വരുന്ന എത്രയോ ആളുകളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന ഓരോ സുജൂദിൻ്റെയും, അവരെല്ലാം വായിക്കുന്ന ഖുർആനിൻ്റെ വാചകങ്ങളുടെയും എല്ലാം ഒരു വിഹിതം നമ്മുടെയും ഖബറുകളിലേക്ക് മരിച്ചാലും വന്നെത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുക. നഷ്ടമല്ല ഉണ്ടാവാനുള്ളത്, നേരെ മറിച്ച് അതിന് നമുക്ക് ഇരട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത് ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുക. നമ്മളുടെ ഭാഗത്തു നിന്നുകൊണ്ട് നാളെ അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു പള്ളി നാളെ നമുക്കെതിരായിക്കൊണ്ട് വരും. ഇവിടെ ഇന്ന പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ചെലവഴിക്കാൻ നിനക്ക് സൗകര്യമുണ്ടായിട്ടും നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വരുന്ന സമയത്ത് വിരല് കടിക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാനായിക്കൊണ്ട് മനസ്സറിഞ്ഞ് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സംഭാവനകൾ ചെയ്യുക. നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബേ നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വേദനകൾ സഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. നീയാണ് ആശ്വാസം നൽകുന്നവൻ. നീ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. അവർ സഹിക്കുന്ന വേദനകളിലൂടെ അവരുടെ ചെറുപാപങ്ങളെ നീ പുറത്തു മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളുടെ മുൻഗാമികളായി കടന്നു വന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, ഗുരുനാഥന്മാർ, നേതാക്കന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്തു കൊടുക്കണമേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഏത് സൽക്കർമ്മം വരുമ്പോഴും ആ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്റെ സ്വർഗം മാത്രമാണ് റബ്ബേ. ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ നരകത്തെ പേടിയാണ് റബ്ബേ. ആ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന സ്വാലിഹായ മക്കളാക്കി റബ്ബേ നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും റബ്ബേ സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പരലോകത്ത് ഉപകാരം ചെയ്യുന്ന തുലാസിൽ കനം തൂങ്ങുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ തൗഹീദ് വിശ്വസിച്ചതിൻ്റെ പേരിൽ നാനാ ദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണം റഹ്മാനെ. അവർക്ക് നീ അമ്ന് പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ സ്വാതന്ത്ര്യം നൽകണം റഹ്മാനെ. എല്ലാവിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وجعلنا للمتقين إماما. وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.